ശ്രീ ആർ വി ബാബു, ഭാരതാംബയുടെ ചിത്രത്തോടാണ് സർക്കാരിന്റെ ഈ അസഹിഷ്ണുത? ഭാരതത്തോട് തന്നെ അസഹിഷ്ണുതയുള്ള ഒരു സർക്കാരും ഭരണകക്ഷിയുമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ളത്. ഭാരതം എന്ന പേര് ഉപയോഗിച്ചു എന്നുള്ളതിന്റെ പേരിൽ എന്തെല്ലാം വിവാദങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടാക്കിയത്. ഭാരതം എന്ന പേര് എന്തോ വർഗീയമാണ്, സംഘപരിവാർ അജണ്ടയാണ് എന്നൊക്കെ ആയിരുന്നല്ലേ ഇവർ പറഞ്ഞത്. അപ്പൊ പിന്നെ ഭാരതാംബയുടെ ചിത്രത്തോട് അസഹിഷ്ണുത കാണിച്ചെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കറിയാം, അതുണ്ട്. പക്ഷെ ആ ഭാരതം എന്നുള്ള പേര് തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ്. അപ്പോ അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാകും. നമ്മുടെ നാടിന്റെ സാംസ്കാരികമായ ദേശീയമായ പൈതൃകങ്ങളോട്, മാനവിന്ദുക്കളോട് എല്ലാ കാലത്തും എതിർപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പേറുന്നവരാണ് കേരളം ഭരിക്കുന്നത്. അവർക്ക് ഭാരതാംബയോട് എതിർപ്പുണ്ട്. അവർക്ക് വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതത്തോട് അവർക്ക് എതിർപ്പുണ്ട്. അതേപോലുള്ള ഭാരതീയമായ എല്ലാ മാനബിന്ദുക്കളോടും അവർക്ക് എതിർപ്പുണ്ട്. ശ്രീരാമനെ അവർ എതിർക്കുന്നു. ഇപ്പോ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണെന്നൊക്കെ പ്രസാദ് പറയുന്നത് കേട്ടു, മന്ത്രി പ്രസാദ് പറയുന്നത് കേട്ടു. നമ്മുടെ ഭരണഘടനയുടെ മാനുസ്ക്രിപ്റ്റില് ശ്രീരാമൻ അടക്കമുള്ളവരുടെ ചിത്രം ഉണ്ട്. അപ്പൊ അത് ഭരണഘടനാ വിരുദ്ധമാവുമോ? ഭാരതമാതാവ് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മുതൽ നമുക്ക് നമ്മുടെ നാടിന്റെ വൈകാരികമായ ജനങ്ങളെ വൈകാരികമായി പ്രചോദിപ്പിക്കുന്നതിന് മുന്നിൽ വെച്ച ഒരു ബിംബമാണത് ഭാരതമാത എന്ന സങ്കല്പം. ആ ഭാരതമാതാക്ക് ജയ് വിളിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരം നയിച്ചത്, വിപ്ലവകാരികൾ സ്വാതന്ത്ര്യ സമരം നടത്തിയത്. മഹാത്മാഗാന്ധിജിയുടെ മുദ്രാവാക്യമായിരുന്നു ഭാരത് മാതാ കി ജയ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഭാരതമാതാ കി ജയ്യോട് വല്ലാത്ത അലർജിയാണ്. അതിപ്പോ ഹറാമാണ്. കാരണം അത് ഹറാമായിട്ടുള്ള ആളുകൾ ഭാരത് മാതാ കി ജയ് വിളിക്കാൻ പാടില്ല, വന്ദേമാതരം മുഴക്കാൻ പാടില്ല, ഗോവിനെ ആരാധിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു സങ്കല്പത്തിൽ ജീവിക്കുന്നവരാ. അപ്പോ അങ്ങനെയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ ഭാരതമാത എന്നുള്ള സങ്കല്പത്തെ ബലികഴിക്കുന്നു, വന്ദേമാതരത്തെ ബലികഴിക്കുന്നു. ഇതേപോലെ ഭാരതീയമായ പൈതൃകത്തെ മുഴുവൻ ബലികഴിക്കാൻ അവർ തയ്യാറാണ്. കാരണം അവർക്ക് സംഘടിതമായ വോട്ട് ഇപ്പുറത്ത് നിലനിൽക്കുന്നത് ഈ മതവർഗീയ ശക്തികളുടേതാണ്. അപ്പൊ ആ മതവർഗീയ ശക്തികളെ പ്രീണിപ്പിക്കാനാണ് ഈ ശ്രമം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഒരേപോലെ തന്നെ നമ്മുടെ നാടിന്റെ ദേശീയ പൈതൃകത്തിനെതിരെ നിലകൊള്ളുന്നവരാണ്. ഇപ്പോ അവർക്ക് സംഘടിതമായിട്ടുള്ള ഒരു മതവർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. തീർച്ചയായും താങ്കളിപ്പോൾ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊക്കെ ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് കൂടി ചോദിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ മനഃപൂർവ്വമായി ഇത്തരം ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കുകയാണോ? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ബൂത്തില് അല്ലെങ്കിൽ പഞ്ചായത്തില്. ഇതിന് തെരഞ്ഞെടുപ്പുകൾ നോക്കിയിട്ട് ഒരു നിലപാടെടുക്കാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പുകൾ വരും പോകുന്നേ. തെരഞ്ഞെടുപ്പുകൾ ഇല്ലാത്ത ഒരു കാലഘട്ടം ഇന്ത്യയിലുണ്ടോ? ഏത് സമയത്തും തെരഞ്ഞെടുപ്പുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ നിലപാട് എടുക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇവിടെ എന്താണ്, ഗവർണർ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രമുണ്ട്. അത് ഭരണഘടനാനുസൃതമായിട്ട് ഇരിക്കുന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് നടത്താൻ പറ്റുന്ന കാര്യമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളൂ. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ പറ്റുമോ? ഇത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ കോടതി പോട്ടെ, ഭരണഘടനാ വിരുദ്ധമാണെന്ന് സ്ഥാപിക്കട്ടെ. ഭാരതമാതാവിന്റെ ചിത്രം വയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സ്ഥാപിക്കട്ടെ. ഗവർണർക്കും മേലെ രാഷ്ട്രപതിക്കെതിരെ വരെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുന്ന സുപ്രീം കോടതി ഇപ്പൊ നാട്ടിൽ നിലവിലുണ്ടല്ലോ. അപ്പോ ഗവർണറുടെ ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി അങ്ങനെ ഒരു നിലപാടെടുക്കട്ടെ, നമുക്ക് നോക്കാം. അങ്ങനെ പരാതിയുള്ളവർ പോയിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു വിധി സമ്പാദിക്കട്ടെ. ഇതൊന്നും ഇതൊക്കെ ഈ എതിർപ്പുകളൊക്കെ ഈ മതവർഗീയ ശക്തികളെ പ്രീണിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് ആ മതവർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പഹൽഗാമിലെ ആക്രമണത്തെ പോലും ന്യായീകരിച്ചത്. പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കുന്നത് ഈ മതവർഗീയ ശക്തികളെ പിന്തുണയ്ക്കാനാ. ഇപ്പോ ഇസ്രായേലിനെ എതിർക്കുന്നതും പാലസ്തീനെ അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കുന്നതും ഒക്കെ എന്താണ്? ഈ മതവർഗീയ ശക്തികളെ പിന്തുണയ്ക്കാനാ. ഈ മതവർഗീയ ശക്തികളെ പിന്തുണയ്ക്കുന്ന നടപടിയാണ് ശരീഅത്തില് ഇപ്പൊ സ്ത്രീകളുടെ സ്വത്താവകാശത്തില് വിരുദ്ധമായ നിലപാടെടുത്ത് സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്ത ഈ സർക്കാരാണ്. എന്തിനാണ്? ആരെ പ്രീണിപ്പിക്കാനാ? ഈ മതവർഗീയ ശക്തികളെ പ്രീണിപ്പിക്കാനാ. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും എതിരായ നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത് മതവർഗീയ ശക്തികളെ പിന്തുണയ്ക്കാനല്ലേ? അപ്പോൾ അവരെ പ്രീണിപ്പിക്കാനും അവരുടെ പിന്തുണ നേടാനും വേണ്ടി കാണിക്കുന്ന ഗിമ്മിക്കുകളാണ് ഇതൊക്കെ. വസ്തുതകൾ എന്താണ് എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ദേശീയമായ കാഴ്ചപ്പാടുകളോട് സന്ധി ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാട് എടുക്കാത്ത ഗവർണർ
ഒരു വലിയ സല്യൂട്ട് അർഹിക്കുന്നു എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ശ്രീ അരവിന്ദ് ബാബു, ഒരു കാര്യത്തിലേക്ക് കൂടി താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കുറച്ചുനാൾ മുമ്പ് കായംകുളത്ത് നമുക്കറിയാവുന്നതാണ്, പി പ്രസാദാണല്ലോ ഇപ്പോൾ ഈ ഒരു വിവാദം മനഃപൂർവ്വമായി ഉണ്ടാക്കിയത്. അദ്ദേഹം കൂടി പ്രതിനിധാനം ചെയ്യുന്ന സർക്കാർ ലീഡ് ചെയ്യുന്ന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM തന്നെയാണ് കായംകുളം നഗരസഭയും ഭരിക്കുന്നത്. അവിടെ ഒരു ജനകീയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി. അവിടെ ഇസ്ലാം മതപരമായ പ്രാർത്ഥന ചൊല്ലിയായിരുന്നു ഒരു സർക്കാർ ചടങ്ങ് ആരംഭിച്ചത്. അപ്പോഴില്ലാത്ത പ്രശ്നമാണല്ലോ ഇപ്പോൾ ഇവർ എടുത്തു കാണിക്കുന്നതും. തീർച്ചയായും നല്ലൊരു ഉദാഹരണമാണത്. കായംകുളത്തെ നഗരസഭയ്ക്കകത്ത് ഒരു പരിപാടിക്ക്, സർക്കാർ പരിപാടിയിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഈശ്വര പ്രാർത്ഥന ചൊല്ലിയത് നമ്മൾ കണ്ടതാണ്. ഇവരുടെ എതിർപ്പ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോ ദേശീയ ചിന്താഗതിയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ ഇവരെതിരാണ്. അതുകൊണ്ട് ഇപ്പോൾ പാലക്കാട് നഗരസഭയിലെ ഒരു പദ്ധതിക്ക് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു എതിർപ്പ് നമ്മൾ കണ്ടതല്ലേ. ഇതേ സർക്കാർ തന്നെയാണ് വാര്യംകുന്നിന്റെ പേര് സ്മാരകം ഉണ്ടാക്കുന്നതെന്ന്. ഇതേ സർക്കാരിന്റെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് വാര്യംകുന്നിന് സ്മാരകം ഉണ്ടാക്കുന്നത്. ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയ മതവർഗീയ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത വാര്യംകുന്നിനെ പിന്തുണയ്ക്കുന്ന സർക്കാരും വാര്യംകുന്നിന്റെ ഫോട്ടോ വെച്ച് പൂജിക്കുന്ന സർക്കാരുമാണ് ഭാരതാംബയുടെ ചിത്രത്തിനെതിരെ രംഗത്ത് വരുന്നത്. അപ്പോൾ തീവ്ര മതവർഗീയ ശക്തികളെ പിന്തുണയ്ക്കുന്ന, അതിനെ പൂവിട്ട് പൂജിക്കുന്നവര് ഭാരതാംബയെ പൂജിക്കുന്നതിനെതിരെ നിൽക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഇവിടെ ഒരു ഭാഗത്ത് വാര്യംകുന്നനും മറുഭാഗത്ത് ഭാരതാംബയും. നിങ്ങൾ ആരെ സ്വീകരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. വാര്യംകുന്നിനെ സ്വീകരിക്കണോ അതെയോ ഭാരതാംബയെ സ്വീകരിക്കണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതെ, തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ അരവിന്ദ് ബാബു പ്രതികരിച്ചതിന്.